വർക്കിംഗ് ക്ലാസ്സിൻ്റെ സ്ട്രെസ്സിനെ പറ്റിയാണ് പറഞ്ഞത്. വർക്കിംഗ് ക്ലാസ്സിൻ്റെ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് റീസെൻ്റ്ലി നമ്മൾ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഉദാഹരണമാണ് റെഡ് ബുൾ പോലത്തെ സാധനങ്ങൾ, അതല്ലെങ്കിൽ സ്റ്റിങ് എന്നൊക്കെ പറയുന്ന പേരിൽ ചില എനർജി ഡ്രിങ്കുകൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ ഒരാളുകൾ എനർജിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ ഇത്തരത്തിലേക്കുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നാച്ചുറൽ സബ്സ്റ്റൻസ് നമുക്ക് അവൈലബിൾ ആണോ? ഈ ഒരു രീതിയിൽ നമുക്കൊരു മെഡിസിൻ എന്നുള്ളൊരു രീതിയിലൊക്കെ നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആയുർവേദത്തിൽ ഒരുപാട് അരിഷ്ടങ്ങളും അതേപോലെ ലേഹ്യങ്ങളും ടാബ്ലറ്റുകളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ നമ്മളതൊരു പർട്ടിക്കുലർ സമയത്തേക്ക് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഒരു മെഡിസിനോ അല്ലെങ്കിൽ ഒരു സപ്ലിമെൻറ്റോ ഉപയോഗിക്കുന്നതിന് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എനർജി പ്രൊഡക്ഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളൊരു പ്രോപ്പർ ലൈഫ് സ്റ്റൈലും നമ്മളുടെ എനർജിയും ഡയറ്റും അതേപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ കൊണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സ്പോർട്ടിൽ അവർക്ക് എനർജി കാര്യങ്ങളുണ്ടാകും, പക്ഷേ ഒരുപാട് സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസ്, എല്ലാവർക്കും ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ഉണ്ടാവും. അവരുടെ ഡീജനറേറ്റീവ് ചേഞ്ചസ്, പ്രായമാകലും അവർക്കതനുസരിച്ച് ഉണ്ടാകുന്ന അസുഖങ്ങളെല്ലാം തന്നെ കൂടുതലായിരിക്കും. സോ നമ്മൾ പ്രോപ്പറായിട്ട് പറയുന്നത് നിങ്ങൾക്കൊരു പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ തന്നെ വേണം. അതായത് നിങ്ങളുടെ ബോഡി ടൈപ്പ് എന്താണോ ആ ബോഡി ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ മെയിൻറ്റെയിൻ ദിസ് എനർജി.